നമസ്കാരം. ഞാൻ ഏർക്കര ശങ്കര നമ്പൂരി. ഈ നമ്പൂതിരി ഗ്രൂപ്പിൽ കുറച്ച് സൂക്തങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി വളരെ ലളിതമായ രീതിയിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രവീൺ പാലക്കോൾ എന്നോട് ചോദിച്ചു. അതനുസരിച്ച് ആവാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അത്യാവശ്യം വേണ്ട സൂക്തങ്ങൾ, മന്ത്രങ്ങളും ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത് ഇപ്പോൾ സ്വരത്തോടു കൂടി അല്ലാണ്ടാണ് ഉദ്ദേശിച്ചത്. ഇനി അതിൽ സസ്വരം സ്വരത്തോടു കൂടി വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അത്യാവശ്യം വേണ്ട മന്ത്രങ്ങൾ, അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഗുരുവന്ദനത്തോടു കൂടി തന്നെ തുടങ്ങാം. ഏത് ദൈവിക കാര്യങ്ങൾക്കും അഭിവാദ്യം ചെയ്ത് ശതധാരം ജപിക്കുകയാണ് പതിവ്. ശതധാരം ഋഗ്വേദികളൊക്കെ, യജുർവേദികളാണെങ്കിൽ അത് സുശർമാസി എന്നൊരു മന്ത്രമാണ്. തുടങ്ങാം. ഓം ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസി പിപൃതം സത്യവാചം. ഇതാണ് അർക്ക്. 4 പാദമുണ്ട്. ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി പിപൃതം സത്യവാചം. ഗുരുഭ്യോ നമഃ. ശതധാരം ഉത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോ ഉപസ്ഥേ തം രോദസി പിപൃതം സത്യവാചം. ഒന്നിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ ശതധാരമുത്സമക്ഷീയമാണം, പദം ശതധാരം ഉത്സം അക്ഷീയമാണം എന്നൊക്കെ ആവും. അപ്പോൾ എന്നാലും ചെല്ലുമ്പോൾ ശതധാരമു അങ്ങനെ നിർത്തരുത്. ശതധാരമുത്സം നിർത്താൻ വേണമെങ്കിൽ പിന്നെ തുടങ്ങുകയാണെന്ന് വെച്ചാൽ അക്ഷീയമാണെന്ന് തുടങ്ങണം. അല്ലെങ്കിൽ ശതധാരമുത്സം അക്ഷീയമാണം എന്ന് ഒന്നിച്ച് ചെല്ലാം. വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി പിപൃതം സത്യവാചം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവന്ദനാണല്ലോ ആദ്യത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ ഗണപതി, പിന്നെ പ്രഥമാരാധ്യനായിട്ടുള്ളത് ഗണപതിയാണല്ലോ. അപ്പോൾ ഗണപതിയുടെ മന്ത്രം സാമാന്യം എല്ലാവർക്കും അറിയുണ്ടാവും. അതും ഒന്നെല്ലാം. ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നൂതിഭിः സീദസാദനം. ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പതേ ആനശൃണ്വന്നൂതിഭിः സീദസാദനം. പാദമായിട്ട് ഇങ്ങനെയാണ്. ഇനി ഒന്നും കൂടി ലഘുവാക്കിയിട്ട് ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം. അതൊന്നിച്ച് ചെല്ലണം. ഒറ്റ പദമാണ് അത്.
ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണസ്പതയെ ആനശൃണ്വൻ ഊതിഭി സീദസാദനം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണസ്പതയെ. അവിടെ മുറുക്കിനുണ്ട് വെച്ചാൽ ബ്രഹ്മണസ്പതയെ എന്നായിട്ട് വെക്കണം. പിന്നെ ആനശൃണൻ അല്ലാച്ചാൽ ബ്രഹ്മണസ്പത ഒന്നിച്ച് ചെല്ലുകയാണെന്ന് വെച്ചാൽ ബ്രഹ്മണസ്പത ആനശൃണ്വന്നൂതിഭി സീദസാദനം ഗംഗണപതയേ നമഃ. സരസ്വതിയും കൂടി ഒന്ന്, സരസ്വതിയുടെ ഒരു മന്ത്രം. സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാസിഷം. ഇതിൽ 3 പാതേ ഉള്ളൂ. സരസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാസിഷം. സദസസ്പതിം അദ്ഭുതം പ്രിയം ഇന്ദ്രസ്യ കാമ്യം സനിം മേധാം അയാസിഷം. സംസരസ്വതി നമഃ. ഇത് ശതധാരത്തിന് പകരം യജുർവേദികളാണെങ്കിൽ ശതധാരല്ല ജപിക്കാറ്. അഭിവാദ്യം ചെയ്ത സുശർമാസി എന്നൊരു മന്ത്രമാണ്. സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേ നമഃ ഏഷതേ യോനിർവിശ്വേഭ്യസ്ത്വാ ദേവേഭ്യഃ. സുശർമാസി സുപ്രതിഷ്ഠാന ബൃഹദുക്ഷേ നമഃ ഏഷതേ യോനി വിശ്വേഭ്യസ്ത്വാ ദേവേഭ്യഃ. ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുതിയ മന്ത്രങ്ങൾ അത്യാവശ്യമുള്ളത് ഏത് മന്ത്രങ്ങളാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അത് കൂടാണ്ട് ഈ രീതിയിലല്ല വേണ്ടത്, ഏത് രീതിയിലാണെന്ന് അഭിപ്രായം അറിഞ്ഞ് അതിനനുസരിച്ചും നമുക്ക് മാറ്റാവുന്നതാണ് ആൾക്കാരുടെ ഇതിനനുസരിച്ച്. പിന്നെ ഈ സ്വരത്തിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അതാവാം. അതിനും ഇപ്പം ഞാൻ തൽക്കാലം ഇത് വേണമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നൊന്ന്, എന്തെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം അതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ അത് ഞാൻ പരിശോധിച്ച് പറയാം. ഈ ഉച്ചാരണത്തിലെ വ്യത്യാസങ്ങൾ ഇപ്പോൾ ബ്രഹ്മണസ്പത എന്നുള്ളതൊക്കെ ഇർക്കിലാണെങ്കിൽ അങ്ങനെയാണ് ചെല്ലുക. ഇജസ്സിൽ ബ്രഹ്മണം എന്നുള്ളത് ഹാമ തന്നെയാണ്, എഴുതുന്ന രീതിയിലാണ് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറ്. അതായത് ബ്രഹ്മണസ്പതയെ ബ്രാഹ്മണ അങ്ങനെയാണ്. ബ്രാഹ്മണ എന്നല്ല, മകാരം കഴിഞ്ഞിട്ടല്ല ഹകാരം, ഹകാരം കഴിഞ്ഞിട്ട് തന്നെയാണ് മകാരം. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ, ഹാമ എന്നാണല്ലോ എഴുതാറ്. അങ്ങനെ തന്നെയാണ് ഇർക്കിൽ നമ്മൾ ചെല്ലാറ്. അപ്പോൾ അത് ഋഗ്വേദികളായിട്ടുള്ളവർ ചെല്ലുമ്പോൾ അത് അങ്ങനെ തന്നെ വേണ്ടതാണ്. ബ്രഹ്മണസ്പത ആനശൃണ്വൻ തന്നെ ചെല്ലണം. ബ്രഹ്മണ എന്നുള്ളതൊക്കെ യജസ്സിലാവുമ്പോൾ അങ്ങനെയാവും വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ സങ്കേതങ്ങൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേ മന്ത്രം തന്നെ ഋഗ്വേദത്തിലും യജുർവേദത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ ചെല്ലുക. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടും പിഴയുണ്ട് എന്നുള്ളതല്ല, പക്ഷേ രണ്ടും രണ്ട് രീതിയാണ്. ആ രണ്ട് രീതിയിൽ തന്നെ നമ്മൾ ചെല്ലണം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാം, സംശയങ്ങൾ അയക്കാം. എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ 9448906935 9448906935. നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും കാണാം.